അടുത്ത വണ്ടി വന്നണ്ട അത് ആരാ ഇരിക്കണേന്ന് മാതാവേ അതിലിന്റെ അല്ലടാ കബാലിഡ ആ നീ എന്തിനാ അവളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നമുക്ക് വേറെ എവിടെങ്കിലും പോയി കണ്ടുകൂടി? എന്റെ പൊന്നു മാണിങ്ങളെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ. എങ്ങോട്ടോ? മാണിങ്ങൾ പാലാക്കരക്ക് നാണക്കനുണ്ടാകില്ല അവിടെ പറഞ്ഞേക്കണ്ട ഇരിക്കി. മാണിങ്ങൾ ഓർത്തിട്ടല്ല അപ്പൊ അവൻ ജോസ്റ്റാനെ ഓർത്തോട്ടെ ഞാൻ ഈ പെടാപ്പാടക്കപ്പെട്ടത്. വല്ല ഹോസ്റ്റൽ അല്ലെങ്കിൽ കോളേജ് റൂമിലെ കിടന്നുറങ്ങേണ്ട പിള്ളേരെ ഇവിടം വരെ പിടിച്ചോണ്ടിന്റെ പാടാൻ എനിക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവി മരുമകളാ. അപ്പോഴാണ് ഒരു 350 രൂപയുടെ കണക്ക്. 350 രൂപ ഞാൻ തരാം. ഇത് കഷ്ടം തരും. അത് തണ്ണിച്ചയുടെ കാല് ഞാൻ എന്തോരം പിടിച്ചതറിയാം. ഇതങ്ങ് അടിച്ചേ ചുമ്മാ അടിക്കങ്ങടേ. വെള്ളോട് വേണ്ടി അതും എന്റെ കൂടെ പോയാ മഴയോട് വേണ്ട. ടി വി കണ്ടിരുന്നു അങ്ങോട്ട് പെമ്പിള്ളേരുടെ മുറിയിൽ ക്യാമറ വെച്ചിരിക്കാണോടാ? എന്നാ പോക്ക് തരവാടാ നീ കാണിച്ചേ? എന്നാ പോക്ക് തരവാടാ നീ കാണിച്ചേ? പിന്നെ അവിടെ നടക്കണം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഓഫാക്കടാ എന്റെ മുന്നിൽ ഓഫാക്കടാ. പിന്നെ ബാബുമാരുടെ തണിക്കൊന്നും അറിയാൻ വേണ്ടി എനിക്ക് അവളുടെ വീട്ടിൽ പൊളിഞ്ഞു നോക്കാൻ പറ്റൂ? അവളെ ഹോസ്റ്റലിൽ ചെല്ലൂർ നോക്കാൻ പറ്റൂ? മാണികളുടെ അവളുടെ പുറകെ പോയി CD പണി കിടക്കാൻ പറ്റൂ? പറ്റൂല. മാണികളെ മോഡേൺ ടെക്നോളജി ഉള്ള കാലത്ത് നമ്മളത് ഉപയോഗിക്കണം. മാണികളെ ഇവളുമാരൊക്കെ റൂമിൽ ഒറ്റക്കാവണ നേരത്ത് ഇവര് കള്ളു പിടിക്കുന്നുണ്ട, കഞ്ചാവ് പിടിക്കണ്ട, അല്ലെങ്കിൽ സിറിഞ്ച് അടിക്കണ്ടെന്ന് അറിയാൻ പറ്റി എന്നെ കളവില്ല അവസരം വേറെണ്ട ഇല്ലല്ല. മാണികൾ ചുമ മിണ്ടാണ്ട് 200 പിടിപ്പിച്ച അവിടെ ഇരുന്ന് മരി മോള് ചെമ്പാണ് പിക്ചറാണ് വെള്ളിയാണെന്നൊക്കെ ഇപ്പൊ അറിയാം. ബാത്റൂമിലൂടെ ഒരു ക്യാമറ ഒക്കെ ഉണ്ട്. അല്ല ജോസ്റ്റാന്റെ കാര്യം ഉണ്ടാ നമ്മുടെ സ്വതം വെറുതെ ഇച്ചാനൊരു പ്രശ്നം ഉണ്ടാവരുതല്ല. എനിക്കത്രേ ഉള്ളൂ. മകളെ ജോസച്ചാന്റെ ജീവിതം വെച്ചാൽ നമ്മൾ കളിക്കണത് അതറിയത്. എനിക്കൊരു ചെറുത് വിളിച്ചേ ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തോട്ടാ. ഇപ്പോഴിത് എങ്ങോട്ടാ നോക്കണം? വെട്ടോടാ അവനോടത്തെ ഫ്ലവർ വെച്ച് നോക്കിയിരിക്കും. ഹലോ പോലീസേ പറ. എന്നതാ കേക്കാമേ? പറ പോലീസേ, ഇവിടെ ബഹളം. പറ. എപ്പോ? അതിലൊരുത്തേക്ക് കയ്യോടെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പൊ TV കാണായിരുന്നു. CI ജോസ് കൈതപ്പറമ്പലിന്റെ അപ്പൻ നിക്കറിട്ട് അഴിയെണ്ണുന്നത്. ആ പിള്ളേരെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കണം സാർ. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാലോ. പത്രക്കാരും ചാനലുകാരും എടുത്തിട്ട് അലക്കും. അവന്റെ നിപ്പ് കണ്ടില്ലേ? വേണ്ട വേണ്ട സാർ, എമിറേറ്റ്സ് ഹോട്ടലിനാരോ കല്ലെറിഞ്ഞു. ഇതിവിടം കൊണ്ടൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല. വണ്ടി എടുക്ക്. അതെ സാർ, തൽക്കാലം അനിയനെ വിളിച്ചോണ്ട് വന്നു. ബാക്കി എഴുന്നേറ്റ് വെച്ച് കാണാം. ശരി. ഇവനെ പിടിച്ചാത്ര അയ്യോ മാണികളെ ഒരുമാതിരി കൊലച്ചതേ പോട്ടാ. ജോസ്റ്റാന് വേണ്ടിയല്ലേ നമ്മുടെ രണ്ടുപേരും കൂടി ഇതെല്ലാം ചെയ്തത്. അവസാനം പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പടിയിൽ കൊച്ചിന് പോകണല്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ പന്തി നീ പെമ്പിള്ളേരുടെ മുന്നിൽ ക്യാമറ വെച്ച്? ആണോടാ? തള്ളണേ
ഞാൻ കേറിക്കോളാം. സാറേ ഇതങ്ങനെ അടച്ചു. അതാ സേഫ്. ഉണ്ടായിരടാ. നീരുന്നു പോലും പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് നല്ല ശേലിന് കിട്ടിയല്ലയോ. അതിനിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തുണി മാറുന്നിടത്ത് കൊണ്ട് ക്യാമറ വെച്ചാ പിന്നെ അവര് വെറുതെ ഇരിക്കും. തുണി മാറി നിർത്തി നിന്റെ അപ്പനാ. എന്നെ കൂട്ടും എന്നാ നടന്നു നിന്നോട് ഞാൻ പറഞ്ഞല്ലോടി. പിന്നെ ഒരു അത് ചൊറിയെന്ന് പറഞ്ഞാൽ പിള്ളേരിക്കും. നീ നിന്റെ പണിയൊക്കെ ഞാൻ വിളിച്ചോ. ആ തോർത്ത് വന്നിട്ട് പടി. അതാ ജോയി ഒറ്റൊരു തന്നെ പറഞ്ഞാ മതി. അവനുമായിട്ടുള്ള കൂട്ടെ ആദ്യം നിർത്താൻ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. കണ്ടില്ലേ സ്വഭാവം? മൊണ്ണ മണ്ണ. പാപ്സി പാപ്സി അപ്പളെ അപ്പോ അവിടെ ആരാടാ വന്നേ? പാപ്സിനെ കൊണ്ടുപോകാൻ പോലീസ് വന്നു. നിന്റെ അപ്പനെ കൊണ്ടുപോയി പോടാ അവിടെ. പിന്നെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നുകൂടെ വിളിച്ചു. നടന്ന കാര്യങ്ങൾ വീട്ടിൽ പോലും പറയരുതെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ മോളി കേട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പണിയാവാതിരുന്നാ മതി. മരുമകനാ. നമസ്കാരം. പിന്നെ എനിക്കറിയാം കല്യാണത്തിന് കണ്ടുണ്ട്. ആ അതെ, അപ്പനോടെ അകത്തിരിപ്പുണ്ട്. ആ ജോയിയെ നന്നായിട്ടൊന്ന് വിരട്ടി വിട്ടിട്ടുണ്ടേ. അവനുമായിട്ടുള്ള കമ്പനി ഉറക്കാൻ അപ്പനോടൊന്ന് പറ. ഇവനും അപ്പനും കൂടി ഉണ്ടാക്കുന്ന എത്രാമത്തെ പൊല്ലാപ്പാണ് എന്നറിയാവോ? ഇത് തന്നെ ഞാനും പറഞ്ഞത്. ഇതവളാ ലിൻഡ. എന്നടാ അയച്ചിരിക്കുന്നേ? കർത്താവേ, ഉം, അവളുമാര് അപ്പനിട്ട് തല്ലുന്ന പടങ്ങളാ. അവള് പണി തുടങ്ങി. എന്നതാടാ പാപ്സി ഇന്ന് പോലീസ് പിടിക്കും ഉറപ്പാ. പോടാ അവിടെ. മനുഷ്യനെ പഠിപ്പിക്കും. പോരെ. വീണ്ടും അവളാ. ആർ യു ഫ്രീ നൗ? ക്യാൻ ഐ കോൾ യു? അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് സ്പീക്കറിലിട്. ദേ ജോസച്ചായൻ എടുക്കണോ? പണിയാകോ? ഹലോ, ഹലോ, എവിടാ? ഞാൻ വീട്ടില്. അപ്പനുണ്ടോ അടുത്ത്? അല്ല, എന്നതാണേലും അപ്പം കാണിച്ച പോക്കൃതരാ. അതിനുള്ളത് കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ തല്ലിയിട്ടില്ല കേട്ടോ. ആ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിൽ പോലും. ഇവിടുത്തെ പരിപാടി നാളെ തീരും. മറ്റന്നാൾ ഞാൻ കുടുംബത്ത് കാണും, അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്. എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാ പെണ്ണ് കണ്ടു പോരാ. ഹലോ, ഹലോ, വരുന്നുണ്ടോ നിങ്ങള്? വരുന്നുണ്ട്. പിന്നെ അപ്പനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ലാന്ന് പറയണം കേട്ടോ. പറയാം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആയിക്കോട്ടെ. അല്ല, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ അപ്പൻ നമ്മുടെ മുറിയിലും ക്യാമറ വെക്കുവോ? നീ എന്നാ ചിരിക്കുന്നേ? ജോസാറേ, ഇനി ധൈര്യമായിട്ട് അപ്പച്ചനെ വിളിച്ചിട്ട് പെഗ് കൊടുത്തേ. മാണിയേ, എടാ മാണി. അപ്പോ ഇറങ്ങി വാ. മാണികളെ, നിങ്ങൾ ഇറങ്ങി പോരെ. ഇവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാം സോൾവ് ആയി. മാണികളെ, ജീവനെ പ്രശ്നം തീർന്നിട്ടില്ല. ഇതാ പറയണവര്. ജോസ് ചേട്ടനെ ഓടിച്ചിട്ടിരിക്കുന്നു.